വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇപ്പം നമ്മൾ ചാനൽ ആദ്യത്തെ ട്രിപ്പാണ് ഗൈസ്. ഇപ്പം നമ്മളിന്ന് പോകാൻ പോകണ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ കയറി കോയമ്പത്തൂരും കൂടി കയറി അവിടെ നിന്ന് നേരെ അട്ടപ്പാടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടും കൂടി നമ്മളൊന്ന് പോകണം നമ്മുടെ പ്ലാൻ. അപ്പം നമുക്കൊന്ന് പെട്രോൾ പമ്പിൽ കയറി നേരെ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പ് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയുടെ പഞ്ചറായി കിടക്കണ്ടായിരുന്നു, ഒരു എക്സ്പ്ലോസീവ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു പമ്പ് ഉണ്ടായിരുന്നു, ഞാനത് വെച്ച് അടിച്ച് വയ്ക്കും. പക്ഷേ വണ്ടിയുടെ കുറ്റിയുടെ അവിടെ നിന്ന് ടോട്ടലായിട്ട് ട്യൂബ് പോയി കിടക്കുന്നു. ആൾ ഒരുപാട് പേര് വണ്ടി പിടിച്ചോണ്ട് கார்சனுக்கு பார்த்தீங்கன்னா எங்கள் கூட கார்சன் வந்து அவருக்கு வீல் ரொட்டேட் ஆகி ஸ்லிப் ஆகி என்ன உழுந்துட்டு சொல்லிட்டு இருக்கிறாங்களா ഫുള്ള് കാത്തിറങ്ങാനാണ്. കുറ്റിയുടെ അവിടെ നിന്ന് പോയേക്കണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ട്യൂബ് മൊത്തം മാറ്റേണ്ടി വരും. എவ்வளோ ദൂരം പോச்சு பஞ்சராயில்ல பஞ்சராயி எவ்வளவு வந்து ஒரு 10 கிலோமீட்டர் வந்து 10 கிலோமீட்டர் வந்திருக்கும். 10 எவ்வளவு அவ்வளவு ஒரு 5 கிலோமீட்டர் அவ்வளவு சேட்டா டிவி முடிஞ்சு. சரி இங்க மொபைல் பஞ்ச் ஏதாவது வருவாங்களா? மொபைல் பஞ்ச் இங்க ஒண்ணுதான் இல்ல, ரொம்ப காடா இருக்கு காண்டிന്റെ. ഗൈസ് അപ്പോൾ നമ്മൾ ഈ വണ്ടി നേരെ നൈസായിട്ട് ഒരു പിക്കപ്പ് ഒരെണ്ണം വന്നായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞങ്ങളെല്ലാവരും കൂടി ആ വണ്ടി കയറ്റി വെച്ച് നൈസായിട്ട് ഇവിടെ അവിടെ നിന്ന് ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അത്യാവശ്യം ഇരുട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറുതായിട്ട് മഴയും കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെയായിട്ട് സ്റ്റേ അടിച്ചത്. നമ്മൾ ടെൻ്റ് ഉള്ളതുകൊണ്ട് നേരെ ബസ് സ്റ്റോപ്പിൽ നേരെ ടെൻ്റ് അടിച്ച് എവിടെയായിട്ടെന്ന് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് പിന്നെ നേരെ നമ്മുടെ റൈഡും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഗൈസ്.
പോയതിന് ആദിയോഗിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദിയോഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാക്സിമം രാവിലെ വരാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ മെഡിറ്റേഷൻ്റെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് ലേസർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലായിട്ട് വരിക. അവിടെ ഒരു ദിവസം തന്നെ നമുക്കൊരു സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റ് ഡേ പോയത് സൈലൻറ്റ് വാലിയിലോട്ടാണ് പോയത്. സൈലൻറ്റ് വാലി അവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ബസ്സിനും പോവാം, പിന്നെ അവിടുന്ന് ജീപ്പിനും പോവാം. ജീപ്പിന് പിന്നെ റേറ്റ് ഉണ്ട്. ഞങ്ങൾ ബസ്സിനാണ് എടുത്തത്. 600 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി അത്യാവശ്യം കാണാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. കറക്റ്റ് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് സിംഹാരം, കുരങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ്, നമുക്ക് ബസ്സിൽ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും കൂടെ ഉണ്ടാവും. നമുക്ക് സൈലൻറ്റ് വാലിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി. ഇവിടെ കൂടുതലും കാടിൻ്റെ ഈ സൈഡിലായിട്ട് താമസിക്കുന്നതും കൂടുതലും ട്രൈബിൾസ് ആട്ടോ. അപ്പോൾ അവരവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് മേടിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സൈലൻറ്റ് വാലിസിലെ ഓഫീസിലും പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രക്കിങ് ചെയ്ത് താഴത്തോട്ട് പോകാം. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ ഒരു പാലം പണി നടക്കുന്ന കാരണം അവിടം വരെ പോകാൻ പറ്റുള്ളൂ. ചുക്ക് ഇട്ടിരുന്ന് ഉറങ്ങുന്നത്. നിങ്ങൾക്ക് ബേഗുവൻ ഉണ്ട്. ബേഗുവൻ പിന്നെ അവിടുത്തെ ഏറ്റവും മെയിൻ ഒരു സംഭവമാണ് നമ്മുടെ ഈ വാച്ച് ടവർ. ഇതൊരു 3 നില പൊക്കത്തിൻ്റെ അത്രത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങളവിടെ മാക്സിമം ഏറ്റവും മേൽ വരെ കയറാൻ നോക്കുക. അതിൻ്റെ മേലിൽ നിന്നുള്ളൊരു വിഷ്വൽ എന്ന് പറഞ്ഞത് ഈ ഒരു വിഷ്വലാണ്. ക്യാമറയുടെക്കുള്ളിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളിയാണ് അവിടെ നേരിട്ട് നിന്ന് കാണുന്ന സമയത്ത്. സൈഡ് പിടിച്ച് ചരിഞ്ഞിറങ്ങിയപ്പോ ചരിഞ്ഞിറങ്ങിപ്പോയപ്പോ
ഇപ്പോൾ ഗൈസ് നമ്മൾ ചുരം ഇറങ്ങി വന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ റോഡൊക്കെ ഭയങ്കര ശോകമായപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡോഡ്ജ് ചലഞ്ചറാണ് ഫ്രണ്ടിൽ കൂടി നമ്മൾ പോണത്. റോഡ് ഭയങ്കര ശോകമാണ്, ഇവിടെ റോഡില്ല, ഭയങ്കര ഗൈസ് നമ്മൾ നേരെ വീഡിയോ പിടിക്കണം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.